ഹലോ മക്കളെ, വെൽക്കം ടു ടെക്സ്റ്റ് ട്യൂട്ടർ. അപ്പൊ നമ്മൾ ഇന്ന് സോഷ്യൽ സയൻസിൽ പഠിക്കുന്ന പുതിയ ചാപ്റ്റർ ആണ്. ചാപ്റ്ററിന്റെ പേരെന്താ? പബ്ലിക് ഫെസിലിറ്റീസ്. പബ്ലിക് ഫെസിലിറ്റീസ് എന്ന് പറയുന്ന പുതിയ ചാപ്റ്റർ ആണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. എന്താ പബ്ലിക് ഫെസിലിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ആൾക്കാർക്കും അവൈലബിൾ ആയിട്ടുള്ള ഫെസിലിറ്റീസ് അല്ലെ. എല്ലാ ആൾക്കാർക്കും അല്ല ഒരു അതോറിറ്റി ഉണ്ട്. കോമൺ ആയിട്ട് ഗവൺമെന്റ് അതോറിറ്റി എന്ത് ചെയ്യും? എല്ലാ ആൾക്കാർക്കും പബ്ലിക്കിന് വേണ്ടിയിട്ട് ഓർഗനൈസ് ചെയ്തിരുന്ന ഫെസിലിറ്റീസിനാണ് എന്ത് പറയുന്നത്? പബ്ലിക് ഫെസിലിറ്റീസ് എന്ന് പറയുന്നത്. നിങ്ങൾ ഇമേജ് നോക്കിക്കേ, ഒത്തിരി ഫെസിലിറ്റീസ് ഉണ്ട്. റോഡ് സർവീസസ് ഉണ്ട്, അതുപോലെ തന്നെ എന്താണ് ഒത്തിരി ഫെസിലിറ്റീസ്, സ്കൂള്, ബിൽഡിങ്സ്, ഒത്തിരി ആവശ്യം, വാട്ടർ സപ്ലൈ, എല്ലാം പബ്ലിക് ഫെസിലിറ്റീസിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുത്തു പറയേണ്ട കാര്യങ്ങളാണ്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ ചാപ്റ്റർ ഒന്ന് നോക്കിയാലോ. ഓക്കെ, സോ പബ്ലിക് ഫെസിലിറ്റീസ്. വാട്ടർ ആൻഡ് ദ പീപ്പിൾ ഓഫ് ചെന്നൈ. ഒത്തിരി കഥകളാണ് പറഞ്ഞു പോകുന്നത്. ഓരോ ആൾക്കാരുടെയും വാട്ടർ റിക്വയർമെന്റ് എങ്ങനെയാണ് എന്നുള്ള രീതിയിലുള്ള ഒരു കാര്യമാണ് പറയുന്നത്. സോ വാട്ടർ ആൻഡ് ദ പീപ്പിൾ ഓഫ് ചെന്നൈ. Senior government officials like Mr. Ram Gopal live in Anna Nagar, Chennai. ചെന്നൈയിലുള്ള അണ്ണാ നഗറിലാണ് സീനിയർ ഗവൺമെന്റ് ഓഫീസേഴ്സ് ആയിട്ടുള്ള രാം ഗോപാലിനെ പോലെയുള്ള ആൾക്കാരൊക്കെ ജീവിക്കുന്നത്. This area looks lush and green with lawns maintained by a generous spraying of water. അപ്പം ലോണൊക്കെ ഉള്ള ഒരു ഗ്രീൻ ഏരിയ ആണ് അല്ലെ. ഓക്കെ, bungalows here have tap water for major part of the day. On days when the water supply is inadequate, Mr. Ram Gopal speaks to a senior official whom he knows in the municipal water board, and a water tanker is easily arranged for his house. അപ്പം ഇദ്ദേഹത്തിന് വെള്ളം സപ്ലൈ ഇല്ല എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ വെള്ളം കുറവാണെന്നുണ്ടെങ്കിൽ ഇദ്ദേഹം എന്ത് ചെയ്യും? ഒരു സീനിയർ ഒഫീഷ്യലിനെ വിളിച്ചിട്ട് എന്ത് പറയും? വെള്ളം കുറവുണ്ട് എന്ന് പറയും. അങ്ങനെ കുറയുന്ന സമയത്ത് എന്ത് ചെയ്യും? ഒരു വാട്ടർ ടാങ്കർ അറേഞ്ച് ചെയ്തിട്ട് ഈസി ആയിട്ട് അവർക്ക് വെള്ളം കിട്ടും അല്ലെ. വെള്ളം കുറവാണെന്ന് മനസ്സിലാവുന്നു, വാട്ടർ ടാങ്കർ സീനിയർ ഓഫീസറിനെ വിളിച്ചു കഴിയുമ്പോൾ അവർക്ക് വെള്ളം കിട്ടുന്നുണ്ട്. ഓക്കെ, like most areas of the city, Subramanian's apartment in Mylapore suffers from water shortage. Next, സുബ്രഹ്മണ്യന്റെ അപ്പാർട്ട്മെന്റിന്റെ കഥയാണ് പറയുന്നത്. ബാക്കി എല്ലാ സ്ഥലത്തെ പോലെ മൈലാപ്പൂരിലുള്ള സുബ്രഹ്മണ്യന്റെ അപ്പാർട്ട്മെന്റിനും എന്തുണ്ട്? വാട്ടർ ഷോർട്ടേജ് ഉണ്ട്. This area gets municipal water once in 2 days. ഈ ഏരിയയിൽ മുനിസിപ്പൽ വാട്ടർ വരുന്നുണ്ട്. എന്ത് ചെയ്യുക? 2 ദിവസത്തിൽ കൂടുമ്പോൾ ഒരു വട്ടം വരും. ഓക്കെ, അങ്ങനെയാണ് വെള്ളം വരുന്നത്. A private borewell meets some of the residents' water needs. പ്രൈവറ്റ് ആയിട്ട് ഒരാൾ ഓൺ ചെയ്യുന്ന ഒരു ബോർവെൽ ഉണ്ട്. ആ ബോർവെല്ലിൽ നിന്നും കുറച്ച് ആൾക്കാരൊക്കെ എന്ത് ചെയ്യാറുണ്ട്? വെള്ളം എടുക്കാറുണ്ട്. Borewell water is, however, brackish, so the residents use it in their toilets and for washing. ഓക്കെ, അപ്പൊ ബോർവെല്ലത്തെ വെള്ളം അവർ കൈ കഴുകാനൊക്കെയാണ് എടുക്കുന്നത്, അല്ലെ ടോയ്ലറ്റ് പർപ്പസിനൊക്കെ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. For other uses, water is purchased from tankers. ബാക്കി ആവശ്യങ്ങൾക്ക് അല്ലെ അതിനൊക്കെ ടാങ്കർ വാട്ടർ ആണ് എടുക്കുന്നത്. സുബ്രഹ്മണ്യൻ spends up to ₹500 to ₹600 per month. ഒരു മാസം 600 രൂപ 500 രൂപയൊക്കെയാണ് വെള്ളത്തിന് വേണ്ടിയിട്ട് അല്ലെ, on buying water from the tankers. For drinking water, residents have installed water purification systems in their homes. അല്ലെ, കുടിവെള്ളത്തിന് വേണ്ടിയിട്ട് അവർ എന്ത് ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട്? വാട്ടർ പ്യൂരിഫിക്കേഷൻ സിസ്റ്റംസ് ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് വേറൊരാളാണ് ശിവ. ഓക്കെ, ശിവ lives in on rent on the first floor of a house in മതിപക്കം ആൻഡ് ഗെറ്റ്സ് വാട്ടർ വൺസ് ഇൻ 4 days. നേരത്തെ ആൾക്ക് 2 ദിവസത്തിലൊരിക്കലായിരുന്നു, ഇത് 4 ദിവസത്തിലൊരിക്കൽ വെള്ളം കിട്ടുന്നേ. ഷോർട്ടേജ് ഓഫ് വാട്ടർ ഇസ് വൺ മേജർ റീസൺ വൈ ശിവ കാൻ ബ്രിങ് ഹിസ് ഫാമിലി ടു ചെന്നൈ. അപ്പം അവിടെ വെള്ളം കിട്ടാത്തത് കൊണ്ടാണ് അല്ലെ. ഫാമിലി ഒരാൾ ശിവ മാത്രം ജീവിക്കുമ്പോൾ അത്ര വെള്ളം മതി, പക്ഷെ ഫാമിലി അല്ലെ, വൈഫും കുട്ടികളും അച്ഛനും അമ്മയൊക്കെ വരുന്ന സമയത്ത് എന്ത് സംഭവിക്കും? അവർക്ക് അത്രയും വെള്ളം കിട്ടാൻ പാടായിരിക്കും. അപ്പം വാട്ടർ സ്കാർസിറ്റി വല്ലാണ്ട് ഉണ്ടാവും. അതുകൊണ്ടാണ് ചെന്നൈത്തേക്ക് ഫാമിലിനെ കൊണ്ടുവരാൻ പറ്റാത്തത്. ഫോർ ഡ്രിങ്കിങ് ശിവ ബൈ ബോട്ടിൽഡ് വാട്ടർ. കുടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? കുപ്പിവെള്ളം അല്ലെ, കുപ്പിയിൽ വെള്ളം കിട്ടും, ബോട്ടിൽ വാട്ടർ കിട്ടും, മിനറൽ വാട്ടർ ഒക്കെ കിട്ടും, അതാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വേറൊരാളാണ് പത്മ. പത്മ വർക്ക്സ് ആസ് എ ഡൊമസ്റ്റിക് ഹെൽപ്പ് ഇൻ സൈദാപേട്ട് ആൻഡ് ലിവ്സ് ഇൻ ദ നിയർ ബൈ സ്ലം. അല്ലെ,
പത്മ ഒരു ഡൊമസ്റ്റിക് ഹെൽപ്പറായിട്ട് നിൽക്കുകയാണ് അല്ലെ, വീട്ടുജോലിക്ക് വേണ്ടിയിട്ട് നിൽക്കുന്നുണ്ട്. അവരെവിടെയാണ് താമസിക്കുന്നത്? ഒരു സ്ലമ്മിലാണ് അല്ലെ, ഒരു സ്ലം ഏരിയയിലാണ് താമസിക്കുന്നത്. ഷീ പേയ്സ് എ റെന്റ് ഓഫ് 650 ഫോർ ദ ഹച്ച്മെന്റ് which has neither a bathroom nor a tap connection. അല്ലെ, ഒരു ബാത്റൂമോ ഒരു ടാപ്പ് കണക്ഷനോ പോലും ഇല്ലാത്തൊരു വീടിന് എന്താണ്, ഒരു ഹച്ച്മെന്റ് ആണ് അല്ലെ, അതിന് ഒരു 650 ആണ് അവര് പേ ചെയ്യിക്കുന്നത്. ആൻഡ് ഫോർ 30 such hutments there is a common tap at one corner. അങ്ങനത്തെ 30 ചെറിയ ചെറിയ ആ കുടിലുകൾക്ക് വേണ്ടിയിട്ട് ഒരൊറ്റ ടാപ്പ് ഉണ്ട് കോർണറിൽ. in which water comes the borewell for 20 minutes twice daily. അല്ലെ, ഒരു 20 മിനിറ്റ് നേരം ദിവസത്തിൽ ബോർവെല്ലിലും വെള്ളം വരും. ആ സമയത്താണ് ഇവർ പോയിട്ട് വെള്ളം എടുക്കണം. ആ വെള്ളം വരുന്ന സമയത്ത് പോയിട്ട് ഇവർ വെള്ളം എടുക്കണം. a family gets to fill a maximum of 3 buckets within this time. അപ്പം ഒരു കുടുംബത്തിന് അല്ലെ, ഒരു ഫാമിലിക്ക് ഒരു 3 ബക്കറ്റ് വെള്ളമാണ് ഒരു ദിവസം കിട്ടുന്നത്. ഓക്കെ, the same water is used for washing and drinking. കുടിക്കാനാണെങ്കിലും കഴുകാനും അലക്കാനും ഒക്കെ അവർ യൂസ് ചെയ്യുന്നത് എന്താണ്, ഈ സെയിം 3 ബക്കറ്റ് വെള്ളത്തിലാണ് അവർ യൂസ് ചെയ്യുന്നത്. In summer, the flow becomes a trickle so that one family gets water only at the cost of another. People have to wait long hours for water tankers. അപ്പം നല്ല വരൾച്ചയുള്ള സമയം, സമ്മർ സീസൺ ഒക്കെ ആകുന്ന സമയത്ത് ഇവർക്ക് വെള്ളം കിട്ടുന്നില്ല. ഇവര് ഒത്തിരി സമയം അല്ലെ, ലോങ് അവേഴ്സ് വാട്ടർ ടാങ്കേഴ്സിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കണം. ഓക്കെ, അപ്പൊ നമ്മൾ ഒത്തിരി സിറ്റുവേഷൻസ് ഉണ്ട് അല്ലെ, പല ടൈപ്പ് ആൾക്കാരത് കണ്ടു അല്ലെ. ആദ്യത്തെ ആൾക്കാർക്ക് ഒന്ന് വിളിച്ചു കഴിഞ്ഞാൽ അവർക്ക് ടാങ്കർ വെള്ളം എത്തുമായിരുന്നു. രണ്ടാമത്തെ ആൾക്കാർ പേയ്മെന്റ് കൊടുത്തിട്ടാണ് വെള്ളം വരുന്നത്. അതുപോലെ തന്നെ 2 ദിവസത്തിലൊരിക്കൽ വെള്ളം വരുന്നു, 4 ദിവസത്തിലൊരിക്കൽ വെള്ളം വരുന്നു അല്ലെ. അപ്പം വെള്ളത്തിന്റെ ഒരു അവൈലബിലിറ്റി ആണ് നമ്മൾ ഈ പറയുന്നത് അല്ലെ. വെള്ളത്തിന്റെ ഒരു സ്കാസിറ്റി എത്രത്തോളമാണ് നമുക്ക് ഒത്തിരി പേർക്ക് അറിയണ്ടാവില്ല. വെള്ളം എന്ന് പറയുന്നത് നമുക്ക് അത്രയും അവൈലബിൾ ആയത് കാരണം വെള്ളത്തിന്റെ ഒരു ഇമ്പോർട്ടൻസ് നമ്മൾ ചിലപ്പോൾ ശ്രദ്ധിക്കുന്നുണ്ടാവില്ല അല്ലെ. നമ്മൾ ഇഷ്ടം പോലെ ലാവിഷായിട്ട് ചിലപ്പോൾ ചില ആൾക്കാർ വെള്ളം യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം അത്രയും വെള്ളം കിട്ടാത്ത ആൾക്കാരും ഉണ്ട്. ഓക്കെ, ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാനില്ലാത്ത തരത്തിൽ ജീവിക്കുന്ന ആൾക്കാരും ഉണ്ട്. അപ്പം ആ ഒരു കാര്യം നമുക്കത് അത്രയും അവൈലബിൾ ആയതുകൊണ്ട് നമ്മളത് അല്ലെ, നമുക്ക് വെള്ളമില്ലാത്ത ആൾക്കാരെ പറ്റി നമ്മൾ ചിന്തിക്കുന്നേ ഉണ്ടാവില്ല. ഓക്കെ, സോ ഇവിടെ നോക്കുന്നത് വാട്ടർ ആസ് പാർട്ട് ഓഫ് ദി ഫണ്ടമെന്റൽ റൈറ്റ് ടു ലൈഫ്. വെള്ളം എന്ന് പറയുന്നത് അല്ലെ, ഡ്രിങ്കിങ് വാട്ടർ എന്ന് പറയുന്നത് എന്താണ്, ഒരാളുടെ ഫണ്ടമെന്റൽ റൈറ്റ് ടു ലൈഫ് ആണ്. ഓക്കെ, വാട്ടർ is essential for life and for good health. Not only is it necessary for us to be able to meet our daily needs, but safe drinking water can prevent many water-related diseases. അല്ലേ, അപ്പൊ നമുക്ക് നിത്യജീവിതത്തിൽ നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ സേഫ് ആയിട്ടുള്ള ഡ്രിങ്കിങ് വാട്ടർ അവൈലബിൾ ആയിരിക്കണം. പക്ഷെ അത് മാത്രമല്ല, സേഫ് ആയിട്ടുള്ള നമ്മളെ ഡെയിലി ആക്ടിവിറ്റീസിന് വേണ്ടി മാത്രമല്ല, നമ്മൾ നല്ല വൃത്തിയുള്ള സേഫ് ആയിട്ടുള്ള കുടിവെള്ളം കുടിച്ചാൽ മാത്രമേ നമുക്ക് വെള്ളത്തിൽ നിന്ന് പല രോഗങ്ങൾ വരാനുണ്ട്. ഇപ്പം ഫോർ എക്സാമ്പിൾ ടൈഫോയിഡ് എന്നൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ എലിപ്പനിയൊക്കെ വരുന്നില്ലേ. അപ്പോൾ പലതരത്തിലുള്ള രോഗങ്ങൾ നമ്മൾ വൃത്തിയില്ലാത്ത വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ, അൺസേഫ് ആയിട്ടുള്ള വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ പ്രശ്നം വരും. അപ്പം ഫുഡിൽ നിന്ന് ഉണ്ടാവുന്ന അല്ലെങ്കിൽ വാട്ടറിൽ നിന്നും ഉണ്ടാവുന്ന കുറേ രോഗങ്ങളുണ്ട്. ആ ഒരു രോഗങ്ങളെ പ്രിവെന്റ് ചെയ്യാനും നമ്മൾ സേഫ് ആയിട്ടുള്ള വെള്ളം കുടിക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. India has one of the largest number of cases of disease such as diarrhea, dysentery, cholera. അപ്പം ഇന്ത്യയിൽ എന്താണ് അതിൻ്റെ അർത്ഥം എന്താണ്? ഇന്ത്യയിൽ ഒരുപാട് ആൾക്കാർക്ക് വാട്ടർ റിലേറ്റഡ് ഡിസീസ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് വയറിളക്കം, കോളറയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഇന്ത്യയിൽ ഒത്തിരി ആൾക്കാർക്ക് ശുദ്ധജലം കിട്ടാതെ ഉണ്ട്. കുടിക്കാൻ വേണ്ടിയിട്ട് ശുദ്ധജലം കിട്ടാത്ത ഒത്തിരി ആൾക്കാർ ഇന്ത്യയിൽ ജീവിക്കുന്നുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, over 1,600 Indians, most of the children below the age of 5, 5 വയസ്സിൽ താഴെയുള്ള കുഞ്ഞിമക്കൾ അല്ലെ, കുഞ്ഞിമക്കള് റിപ്പോർട്ടഡ്ലി ഡൈ എവ്രി ഡേ ബിക്കോസ് ഓഫ് വാട്ടർ റിലേറ്റഡ് ഡിസീസ്. അപ്പം വെള്ളം കാരണം അല്ലെ, ശുദ്ധമായ വെള്ളം കുടിക്കാൻ കിട്ടാത്തത് കാരണം 5 വയസ്സിൽ താഴെയുള്ള ഒത്തിരി കുട്ടികൾ ദിവസം തോറും മരിക്കുന്നുണ്ടെന്നാണ് നമ്മുടെ കണക്കുകളൊക്കെ കാണിക്കുന്നത്. അപ്പൊ ഇന്ത്യയിൽ വെള്ളം കിട്ടാതെ അല്ലെങ്കിൽ ശുദ്ധജലം കിട്ടാതെയുള്ള ഡെത്തുകളും എന്താണ്, കൂടുതലാണ്. These deaths can be prevented. എങ്ങനെ നമുക്ക് ഇത്തരം ഡെത്തുകളെ പ്രിവെന്റ് ചെയ്യാൻ പറ്റും? People have access to safe drinking water അല്ലെ, ആൾക്കാർക്ക് നല്ല സേഫ് ആയിട്ടുള്ള നല്ല തണുത്ത നല്ല
സേഫ് ആയിട്ടുള്ള അല്ലെ അണുക്കളൊന്നും ഇല്ലാത്ത നല്ല വെള്ളം കിട്ടിക്കഴിഞ്ഞാൽ അത്തരം ഡിസീസസ് അല്ലെ അത്തരം ഡെത്തുകളെ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റും. Constitution of India recognizes the right to water as being a part of the right to life under Article 21. അപ്പം നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ആർട്ടിക്കിൾ 21 എന്താണ് പറയുന്നത്? റൈറ്റ് ടു ലൈഫിൽ വരുന്നതാണ് എന്ത്? സേഫ് വാട്ടർ കഴിക്കാൻ അല്ലെ, റൈറ്റ് ടു വാട്ടർ as being a part of the right to life അല്ലെ, റൈറ്റ് ടു ലൈഫിന്റെ ഒരു പാർട്ടായിട്ട് റൈറ്റ് ടു വാട്ടർ പറയുന്നുണ്ട് ആർട്ടിക്കിൾ 21. This means that it's the right of every person, whether rich or poor, to have sufficient amount of water to fulfill his or her daily needs at a price that he or she can afford. In other words, there should be universal access to water. എന്താ പറഞ്ഞിട്ടുള്ളത്? ഒരു ആൾക്ക് അല്ലെങ്കിൽ ഒരു സ്ത്രീക്ക് അല്ലെങ്കിൽ ഒരു പുരുഷന് അല്ലെ അവർക്ക് വേണ്ട എമൗണ്ട് വെള്ളം അല്ലെ അവരുടെ നീഡ് ദിവസേന ഉള്ള നിത്യ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള വെള്ളം അല്ലെ അവർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പൈസയിൽ ഉണ്ടാവാനുള്ള റൈറ്റ് ഉണ്ട്. ഓക്കെ, റൈറ്റ് അവകാശമാണത്, അവരുടെ റൈറ്റ് ആണത്. ഓരോ ഇന്ത്യൻ്റെയും ഓരോ ഇന്ത്യൻ സിറ്റിസണിൻ്റെയും റൈറ്റ് ആണത്. ഓക്കെ, റൈറ്റ് ഓഫ് എവറി പേഴ്സൺ വെദർ റിച്ച് ഓർ പുവർ. അവിടെ അവരുടെ കയ്യിൽ പൈസ ഉണ്ടോ ഇല്ലയോ നോക്കാൻ പാടുണ്ടോ? ഇല്ല, അവർ റിച്ച് ആയിക്കോട്ടെ പുവർ ആയിക്കോട്ടെ കുടിവെള്ളം കിട്ടാനുള്ള റൈറ്റ് അവർക്കുണ്ട്. റൈറ്റ് to have sufficient amount of water to fulfill his or her daily needs at a price that he or she can afford. In other words, there should be universal access to water. There have been several court cases in which both the High Court and Supreme Court have held that the right to safe drinking water is a fundamental right. അല്ലെ, മനുഷ്യന്റെ ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആണ് റൈറ്റ് ടു ഡ്രിങ്കിങ് വാട്ടർ അല്ലെ, സേഫ് ഡ്രിങ്കിങ് വാട്ടർ എന്ന് പറയുന്നത്. And more recently, in 2007, the Andhra Pradesh High Court restated this while hearing a case based on a letter written by a villager of Mahbub Nagar district on the contamination of drinking water. വില്ലേജേഴ്സ് കംപ്ലൈന്റ് എന്തിനാ കംപ്ലൈന്റ് കൊടുത്തേ നോക്കിക്കേ. വില്ലേജേഴ്സ് കംപ്ലൈന്റ് വാസ് ദാറ്റ് ടെക്സ്റ്റൈൽ കമ്പനി വാസ് ഡിസ്ചാർജിങ് പോയിസണസ് കെമിക്കൽസ് into the stream near his village. അപ്പം ഈ ഒരു ടെക്സ്റ്റൈൽ കമ്പനി ഉണ്ട്, ആ ടെക്സ്റ്റൈൽ കമ്പനി ഉണ്ടാക്കുന്ന വേസ്റ്റസിൽ കുറച്ച് പോയിസണസ് ആയിട്ടുള്ള കെമിക്കൽസ് ഉണ്ട് അല്ലെ, കുറച്ച് വിഷം പോലെയുള്ള കെമിക്കൽസ് ഉണ്ട്. ഇതൊക്കെ അങ്ങോട്ടേക്ക് ഡംപ് ചെയ്യുന്ന സമയത്ത് ഒരു സ്ട്രീം അല്ലെ, ആ വില്ലേജിന്റെ അടുത്തുള്ള ഒരു സ്ട്രീമിലേക്ക് ഡിസ്പോസ് ചെയ്യുന്ന സമയത്ത് അത് എന്തിനെ കണ്ടാമിനേറ്റ് ചെയ്യുന്നുണ്ട്? അവരുടെ ഗ്രൗണ്ട് വാട്ടറിനെ കണ്ടാമിനേറ്റ് ചെയ്യുന്നുണ്ട്, വിച്ച് വാസ് ദ സോഴ്സ് ഫോർ ഇറിഗേഷൻ ആൻഡ് ഡ്രിങ്കിങ് വാട്ടർ. അപ്പം ആ ഒരു ഗ്രൗണ്ട് വാട്ടർ ഉപയോഗിച്ചിട്ട് അവർ ഇറിഗേഷന് വേണ്ടിയിട്ട് അല്ലെ, ഇറിഗേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ അവരത് കുടിക്കാൻ ഉപയോഗിക്കുന്നുണ്ട്. അപ്പം ഇത്തരം വിഷ സ്വഭാവമുള്ള അല്ലെങ്കിൽ പോയിസണസ് ആയിട്ടുള്ള മെറ്റീരിയൽസ് കെമിക്കൽസ് ഒക്കെ ഇതിനകത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ അവർക്ക് കുടിക്കുന്നതിലും ബാക്കിയുള്ള ആവശ്യം ഇറിഗേഷനൊക്കെ ബുദ്ധിമുട്ട് വരുന്നുണ്ട്. അതുകൊണ്ടാണ് അവർ എന്ത് ചെയ്തത്, കംപ്ലൈന്റ് ഫയൽ ചെയ്തത്. അതിന് ശേഷം അല്ലെ, അതൊരു ഫണ്ടമെന്റൽ റൈറ്റ് ആണ് അല്ലെ, സേഫ് വാട്ടർ കിട്ടുക എന്നുള്ളത്. സോ അവര് കംപ്ലൈന്റ് കൊടുത്തു. The judges directed the Mahbub Nagar district collector to supply 25 liters of water to each person in the വില്ലേജ്. അപ്പം അവര് കളക്ടർക്ക് അപ്പം എന്താണ് വിധി വന്നത്? കളക്ടർ അടുത്ത് പറഞ്ഞു, ഇത് കാരണം അവർക്ക് വെള്ളം കിട്ടാതെ ഇരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവാൻ പാടില്ല. എന്ത് ചെയ്യണം? ഒരാൾക്ക് 25 ലിറ്റർ വെള്ളം എന്നുള്ള രീതിയിൽ വെള്ളം സപ്ലൈ ഉണ്ടായിരിക്കണമെന്ന് നിർദ്ദേശം കൊടുത്തു. ഓക്കെ, അപ്പം അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുക. ഒരാളുടെ ഫണ്ടമെന്റൽ റൈറ്റ് ആണ് സേഫ് ഡ്രിങ്കിങ് വാട്ടർ കിട്ടുക എന്നുള്ളത്. ഓക്കെ, അതാണ് നമ്മൾ ഇത്രയും നേരമായിട്ട് പറയാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. ആൻഡ് നമ്മൾ കമ്മിങ് ടു അവർ ടോപ്പിക്, ദാറ്റ് ഈസ് പബ്ലിക് ഫെസിലിറ്റീസ്. എന്താ പബ്ലിക് ഫെസിലിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് വാട്ടർ, ദർ ആർ അതർ എസെൻഷ്യൽ ഫെസിലിറ്റീസ് ദാറ്റ് നീഡ് ടു ബി പ്രൊവൈഡഡ് ഫോർ എവ്രി വൺ. അപ്പം നമ്മൾ ഇത്രയും നേരം വെള്ളം എന്ന് പറയുന്നത് ഒരാൾക്ക് കിട്ടേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണെന്ന് പറഞ്ഞു അല്ലെ. അതുപോലെ തന്നെ ഒത്തിരി കാര്യങ്ങളുണ്ട്. വെള്ളത്തെ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ്.
സാനിറ്റേഷൻ സേഫ് ആയിട്ടുള്ളത്, കറണ്ട് അല്ലെ, ഇലക്ട്രിസിറ്റി. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങൾക്ക് ഇലക്ട്രിസിറ്റി അവൈലബിൾ അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? പബ്ലിക് ട്രാൻസ്പോർട്ട്, സ്കൂളുകൾ വേണം അല്ലെ, സ്കൂൾ ഇല്ലാണ്ട് എങ്ങനെയാ പഠിക്കുന്നത്? കോളേജസ് വേണം, കോളേജസ് ഇല്ലാതെ എങ്ങനെയാ പഠിക്കുന്നത്? അപ്പൊ ഇതൊക്കെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇതിനെയാണ് നമ്മൾ പബ്ലിക് ഫെസിലിറ്റീസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ പബ്ലിക് ഫെസിലിറ്റി. എന്താണ് പബ്ലിക് ഫെസിലിറ്റിയുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത്? വൺസ് ഇറ്റ് ഇസ് പ്രൊവൈഡഡ്, ഇറ്റ്സ് ബെനിഫിറ്റ്സ് ക്യാൻ ബി ഷെയർഡ് ബൈ മെനി പീപ്പിൾ. ഈ ഒരു പബ്ലിക് ഫെസിലിറ്റി കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ബെനിഫിറ്റ് മെനി പീപ്പിളിന് എന്ത് ചെയ്യാൻ പറ്റും? ഷെയർ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ഒത്തിരി ആൾക്കാർക്ക് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് കിട്ടും. And for instance, a school in the village will enable many children to get educated. Okay, ഒരു വില്ലേജിൽ ഒരു സ്കൂൾ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒത്തിരി കുട്ടികൾക്ക് അതിൻ്റെ ഫലം കിട്ടും അല്ലെ, അതിൻ്റെ പ്രയോജനം കിട്ടും, ഒരുപാട് കുട്ടികൾക്ക് പഠിക്കാൻ പറ്റും. ആൻഡ് സിമിലർലി ദി സപ്ലൈ ഓഫ് ഇലക്ട്രിസിറ്റി ടു an area can be useful for many people. അല്ലെ, ഒരു സ്ഥലത്ത് ഒരു ഏരിയയിൽ കറണ്ട് കിട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ, ഒത്തിരി വീടുകൾക്കാണ് അവിടെ അല്ലെ, ഒരു സ്ഥലത്തേക്ക് ഒരു ഇലക്ട്രിസിറ്റി ലൈൻ വലിച്ചു കഴിഞ്ഞാൽ അത് കണക്ട് ചെയ്ത് ഒത്തിരി വീടുകൾക്ക് കറണ്ട് കിട്ടും. ഓക്കെ, സോ അത് കാരണം ഫാമേഴ്സിന് പമ്പ് സെറ്റ്സ് ടു ഇറിഗേറ്റ് ദിയർ ഫീൽഡ്, പീപ്പിൾ ക്യാൻ ഓപ്പൺ സ്മോൾ വർക്ക്ഷോപ്സ് ദാറ്റ് റൺ ഓൺ ഇലക്ട്രിസിറ്റി അല്ലെ, ഇലക്ട്രിസിറ്റിയിൽ റൺ ചെയ്യുന്ന വർക്ക്ഷോപ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അവർക്ക് കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് വെളിച്ചമൊക്കെ ഉണ്ടെങ്കിൽ പഠിക്കാനും പറ്റും. ആൻഡ് മോസ്റ്റ് പീപ്പിൾ ഇൻ ദ വില്ലേജ് വിൽ ബെനിഫിറ്റ് ഇൻ സം വേ ഓർ ദി അതർ. അപ്പം ഒരു വില്ലേജിൽ കറണ്ട് കിട്ടുക എന്ന് പറയുന്ന സമയത്ത്, ഇലക്ട്രിസിറ്റി സപ്ലൈ ഉണ്ടാവുക എന്ന് പറയുന്ന സമയത്ത് ഒരു തരത്തിൽ അല്ലെങ്കിൽ വേറൊരു തരത്തിൽ അവിടെയുള്ള എല്ലാ ആൾക്കാർക്കും അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുന്നുണ്ട് അല്ലേ? യെസ്. ആൻഡ് ദ ഗവൺമെന്റ്സ് റോൾ. ഇതില് ഗവൺമെന്റിന് എന്തെങ്കിലും റോള് ഉണ്ടോ? ഗവൺമെന്റിന്റെ റോള്, given that public facilities are so important, someone must carry the responsibility of providing these to the people. Thus, someone is the government. ഓക്കെ, അപ്പം പബ്ലിക് ഫെസിലിറ്റീസ് എല്ലാ ആൾക്കാർക്കും കിട്ടണം എന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഒരാൾ എന്ത് ചെയ്യണം? എന്തെങ്കിലും ഇതിൻ്റെ ഉള്ള കാര്യങ്ങളിലൊക്കെ റെസ്പോൺസിബിലിറ്റി ക്യാരി ചെയ്യണം. അങ്ങനെ ചെയ്യുന്ന ആ ഒരു സമ്മൺ അതാരാണ്? അതാണ് നമ്മുടെ ഗവൺമെന്റ് എന്ന് പറയുന്നത്. One of the most important functions of the government is to ensure that these public facilities are made available to everyone. അപ്പോൾ ഗവൺമെന്റിന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ എന്താണ്? ഈ ഒരു പബ്ലിക് ഫെസിലിറ്റീസ് എല്ലാ ആൾക്കാർക്കും കിട്ടുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തേണ്ടത് ആരുടെ ഫംഗ്ഷനാണ്? ഗവൺമെന്റിന്റെ ഫംഗ്ഷനാണ്. And in most of the public facilities there is no profit to be had. അല്ലെ, അപ്പം ഒരു പബ്ലിക് ഫെസിലിറ്റി ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് വലിയൊരു പ്രോഫിറ്റ് അങ്ങനെ കിട്ടാനില്ല. ഓക്കെ, നിങ്ങൾ നോക്കിയേ, വാട്ട് പ്രോഫിറ്റ് ക്യാൻ അക്കർ ടു എ കമ്പനി ഫോർ കീപ്പിംഗ് ഡ്രെയിൻസ് ക്ലീൻ ഓർ റണ്ണിങ് ആൻ ആന്റി മലേറിയൽ ക്യാമ്പയിൻ? ഇപ്പം ഒരാള് മലേറിയക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു ക്യാമ്പയിൻ കണ്ടക്ട് ചെയ്തു, അല്ലെങ്കിൽ ആന്റി മലേറിയൽ മെഷേഴ്സ്, മലേറിയ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് അതിനുള്ള മെത്തേഡ്സ്, ഇപ്പൊ കൊതുകുകളാണെങ്കിൽ കൊതുകുകളെ കൊല്ലാനും കൊതുക് വല പ്രൊവൈഡ് ചെയ്യുക, കൊതുകിനെ കൊല്ലുന്ന കൊതുനാശിനികളൊക്കെ പ്രൊവൈഡ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു. അല്ലാന്നുണ്ടെങ്കിൽ വേറെ ആണെങ്കിൽ എന്താണ്, ഡ്രെയിനേജ് ഏരിയാസ് ഒക്കെ ക്ലീൻ ആക്കുന്ന ഒരു ഏജൻസി വന്നു. അപ്പം അങ്ങനെ ചെയ്തുകൊണ്ട് അവർക്ക് എന്തെങ്കിലും പ്രോഫിറ്റ് ഉണ്ടാവുന്നുണ്ടോ? ഇല്ലേ, എല്ലാ സ്ഥലവും നന്നായിട്ട് ഒരാൾ വന്നിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ സ്ഥലം മൊത്തം ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുക, ഒരു ഓർഗനൈസേഷൻ വന്നിട്ട് അവർക്ക് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് അതിൽ കിട്ടുന്നുണ്ടോ? ഇല്ല അല്ലെ. അപ്പം ഒരു പ്രൈവറ്റ് കമ്പനി വിൽ പ്രോബബ്ലി നോട്ട് ബി ഇൻട്രസ്റ്റഡ് ഇൻ അണ്ടർടേക്കിംഗ് സച്ച് വർക്ക് അല്ലെ. അപ്പം ഒരാള് അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ ഇരുന്നിട്ട് നമ്മുടെ നാട് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുക അല്ലെ, വളണ്ടർലി എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒരു ലാഭമൊന്നും കിട്ടാനില്ല അവർക്ക് അല്ലെ, അത് വൃത്തിയാക്കി പോവാന്നല്ലേ ചെയ്യാനുള്ളൂ. അപ്പം പ്രൈവറ്റ് ആയിട്ടുള്ള കമ്പനീസ് അത്തരം ആക്ടിവിറ്റീസിൽ എൻഗേജ് ചെയ്യുന്നത് കുറവായിരിക്കും. ഓക്കെ, അവർക്ക് എന്തെങ്കിലും പ്രോഫിറ്റ് കിട്ടാൻ എല്ലാ ആൾക്കാരും പ്രോഫിറ്റ് എയിം ചെയ്യില്ലേ. ഇപ്പൊ പ്രൈവറ്റ് ആയിട്ട് ഒരു ഹോസ്പിറ്റൽ സ്റ്റാർട്ട് ചെയ്തു എന്ന് വിചാരിച്ചോ, അല്ലെങ്കിൽ പോട്ടെ പ്രൈവറ്റ് ആയിട്ട് ഒരു സ്കൂൾ സ്റ്റാർട്ട് ചെയ്തു എന്ന് വിചാരിച്ചോ, കുട്ടികൾ ഫീസ് അടയ്ക്കില്ലേ, അപ്പൊ അവർക്കൊരു ലാഭം കിട്ടുന്നുണ്ട്. ടീച്ചേഴ്സിന് കൊടുക്കേണ്ട പൈസ ഒക്കെ കൊടുത്തു കഴിഞ്ഞാലും അവർക്ക് കുറച്ച് ലാഭം കിട്ടും.
അപ്പൊ അവർക്ക് അങ്ങനത്തെ ഒരു സ്കൂൾ അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റൽ, അല്ലെ ഹോസ്പിറ്റൽ എന്നൊക്കെ പറയുമ്പോൾ ഒത്തിരി സർജറീസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് പൈസ വരും അവർക്ക്, അല്ലെ ഇൻകം ഉണ്ടാവും. പക്ഷെ ഇവിടെ ഒരു പ്രോഫിറ്റ് ഈ ഒരു ഡ്രെയിനേജ് ക്ലീനിങ് ഒക്കെ എന്ന് പറയുമ്പോൾ അവർക്ക് അതിനകത്ത് വലിയ ലാഭമൊന്നും ഉണ്ടാവത്തില്ല. അപ്പൊ അവർ അത്തരം പ്രോഗ്രാംസ് ഒരു പ്രൈവറ്റ് കമ്പനി സ്റ്റാർട്ട് ചെയ്യാനുള്ള ചാൻസ് വളരെ കുറവാണ്. ബട്ട് ഫോർ അതർ പബ്ലിക് ഫെസിലിറ്റീസ് such as schools and hospitals, private companies will be interested. We have many of these, particularly in large cities. അല്ലെ ലാർജ് സിറ്റീസിൽ അത്തരം ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, അല്ലെ ഹോസ്പിറ്റൽസ് ഉണ്ട്, സ്കൂൾസ് ഉണ്ട്, അങ്ങനെ ഒത്തിരി പ്രൈവറ്റ് കമ്പനീസ് റൺ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇത്തരം ആന്റി മലേറിയൽ ക്യാമ്പയിൻ ഒന്നും അത്ര കണ്ട് പ്രൈവറ്റ് കമ്പനീസ് സ്റ്റാർട്ട് ചെയ്യാറില്ല. ആൻഡ് similarly, if you are living in a city, you will have seen private companies supplying water through tankers or supplying drinking water in sealed bottles. In such cases, private companies provide public facilities but at a price that only some people can afford. ചില സ്ഥലത്ത് നിങ്ങൾ പ്രൈവറ്റ് കമ്പനീസ് വെള്ളം സപ്ലൈ, അല്ലെ ടാങ്കേഴ്സിൽ വെള്ളമൊക്കെ കൊണ്ടുവന്ന് കൊടുക്കുന്നൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പക്ഷെ അത് കുറച്ച് എമൗണ്ട് പൈസ അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചതായിരിക്കും, അല്ലെ അവർ ഫ്രീ ഡെലിവറി അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് ഒരു സർവീസ് അവർ ചെയ്യാറുണ്ടാവില്ല. കുറച്ചൊരു എമൗണ്ട് ആൾക്കാരുടെ കയ്യിൽ നിന്ന്, അല്ലെ അത് വാങ്ങിക്കുന്ന അവരുടെ കയ്യിൽ നിന്ന് വെള്ളം വാങ്ങിക്കുന്ന ആൾക്കാരുടെ കയ്യിൽ നിന്ന് ചെറിയൊരു എമൗണ്ട് പൈസ അവർ വാങ്ങിക്കുന്നുണ്ട്. അപ്പം ഒരു എന്താ പറയാ, at a price that only some people can afford. അവർ പൈസ, അല്ലെ ആർക്കാണോ പൈസ തരാൻ പറ്റുന്നത് അവർക്കായിരിക്കും അവർ വെള്ളം കൊടുക്കുന്നുണ്ടാവുക. Hence, this facility is not available to all at an affordable rate. അല്ലെ നമ്മൾ റൈറ്റിൽ എന്താ പറഞ്ഞിട്ടുള്ളത്, കോൺസ്റ്റിറ്റ്യൂഷന്റെ ആർട്ടിക്കിളിൽ എന്താ പറഞ്ഞിട്ടുള്ളത്, അഫോർഡബിൾ റേറ്റില് റിച്ച് ആയിക്കോട്ടെ പുവർ ആയിക്കോട്ടെ ഏതൊരാൾക്കും വെള്ളം, അല്ലെ എന്താണ് സേഫ് ലൈഫ് ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സേഫ് ഡ്രിങ്കിങ് വാട്ടർ കൊടുക്കണം എന്ന് പറയുന്നുണ്ട് അറ്റ് ആൻ അഫോർഡബിൾ റേറ്റ്. അപ്പൊ പ്രൈവറ്റ് കമ്പനീസ് ഇത്തരം വാട്ടർ സപ്ലൈ ടാങ്കേഴ്സ് ഒക്കെ റൺ ചെയ്യുന്ന സമയത്ത്, അല്ലെ ആൾക്കാർക്ക് അഫോർഡബിൾ ആയിരിക്കണം എന്ന് നിർബന്ധമില്ല, കാരണം അവർക്ക് പ്രോഫിറ്റ് എന്നുള്ളൊരു എയിം ഉണ്ടാവും, അല്ലെ. ഓക്കെ, if they go by the rule that people will get as much as they can pay for, then many people who cannot afford to pay such facilities will be deprived of the opportunity to live a decent life. Okay, clearly this is not a desirable option. Public facilities relate to people basic needs. Public facilities എന്ന് പറയുന്നത്, അല്ലെ ജനങ്ങളുടെ ബേസിക് നീഡ്സ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി പറ്റണം. Any modern society require that these facilities are provided so that people basic needs are met. The right to life that the Constitution guarantees is for all persons living in this country. The responsibility to provide public facilities therefore must be that of the government. അപ്പം ആളുകൾക്ക് പബ്ലിക് ഫെസിലിറ്റി കൊടുക്കുക എന്ന് പറയുന്നത് ആരുടെ ഫംഗ്ഷനാണ്, അല്ലെങ്കിൽ ആരുടെ ഡ്യൂട്ടിയാണ്? ഗവൺമെന്റിന്റെ ഡ്യൂട്ടിയാണ്, അല്ലേ? യെസ്. Where does the government get money for public facilities? Public facilities അതിന്റെ അറേഞ്ച്മെന്റിന് വേണ്ടിയിട്ട് ഗവൺമെന്റിന് എവിടെ നിന്നാണ് ഇത്രയും എമൗണ്ട് പൈസ കിട്ടുന്നത്? എവിടുന്നാ കിട്ടുന്നത്? ഗവൺമെന്റിന്, അല്ലെ പബ്ലിക് ഫെസിലിറ്റി, ഇപ്പം സ്കൂൾ തുടങ്ങുന്നു, പബ്ലിക് സ്കൂൾ തുടങ്ങുന്നു, അല്ലെ ആ പബ്ലിക് സ്കൂൾ തുടങ്ങാൻ വേണ്ടിയിട്ട് ഗവൺമെന്റിന് എവിടുന്ന് പൈസ കിട്ടും? പ്രോഫിറ്റ് വേണ്ടേ, അല്ലെങ്കിൽ അതിനൊരു പൈസ വേണ്ടേ? അതിന് വേണ്ടിയിട്ട് ഗവൺമെന്റിന് എവിടുന്നാ പൈസ കിട്ടാം? അല്ലെങ്കിൽ എല്ലാ ആൾക്കാർക്കും വെള്ളം കൊടുക്കുന്നു, സപ്ലൈ ചെയ്യുന്നു, അതിന് കുറച്ച് പൈസയാവും, അല്ലെ ആ പൈസ എവിടുന്നാ കിട്ടുന്ന ഗവൺമെന്റിന്? അറിയോ നിങ്ങൾക്ക്? So every year you must have heard the government budget. നിങ്ങൾ ബജറ്റ് അവതരണം എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ ബജറ്റ് അവതരിപ്പിച്ചു എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? ബീയിങ് പ്രസന്റഡ് ബൈ ദി പാർലമെന്റ്. പാർലമെന്റിൽ ബജറ്റ് അവതരിപ്പിച്ചു എന്ന് കേട്ടിട്ടുണ്ടോ? യെസ്. ദിസ് എന്താണ് ബജറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ബഡ്ജറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ഇസ് an account of the expenses. എന്താണ്? Expenses the government has made on its programs in the past year and how much it plans to spend in the coming year. അതാണ് ബജറ്റ് എന്ന് പറയുന്നത്. അപ്പം കഴിഞ്ഞ വർഷം എന്തോരം എക്സ്പെൻസ് ഉണ്ടായി, പല പ്രോഗ്രാംസിന് വേണ്ടിയിട്ട് എത്ര പൈസ ചെലവായി,
ഇനിയുള്ള പ്രോഗ്രാമിന് വേണ്ടി എത്ര പൈസ ചെലവാകുമെന്ന് മുൻകൂട്ടി കാണുന്നു. അത്തരത്തിലുള്ള നമ്മുടെ ഒരു പൈസ അല്ലെ എത്രത്തോളം എക്സ്പെൻസ് ഉണ്ട് എന്നൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു പരിപാടിയാണ് എന്തെന്ന് പറയുന്നത്, ബജറ്റ് എന്ന് പറയുന്നത്. Okay, so in the budget, the government also announces the various ways in which it plans to meet these expenses. അപ്പം ഈ ബജറ്റ് ചുമ്മാ പറയല്ല, ഏതൊക്കെ തരത്തിൽ ഇതിനുള്ള പൈസ അല്ലെങ്കിൽ എങ്ങനെയൊക്കെ ഇതിനുള്ള പൈസ സ്വരൂപിക്കാൻ പറ്റും, ഏതൊക്കെ രീതിയിൽ ഈ പൈസ എക്സ്പെൻസ് ആയി പോകുന്നുണ്ട്, ഇതിനെ പറ്റിയിട്ടുള്ള ഒക്കെയുള്ള ഒരു വ്യക്തമായിട്ടുള്ള ഒരു പ്ലാനിങ് പ്രകാരമായിരിക്കും ഈ ബജറ്റ് പ്രസന്റ് ചെയ്യുന്നുണ്ടാവുക. And the main source of revenue for the government is the taxes. എങ്ങനെയാണ് ഇത്തരം പബ്ലിക് ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഗവൺമെന്റിന് പൈസ കിട്ടുന്നത്? എവിടെ നിന്നാണ്? ടാക്സസ് കളക്റ്റഡ് ഫ്രം ദ പീപ്പിൾ അല്ലെ, ആൾക്കാരുടെ കയ്യിൽ നിന്നൊക്കെ ടാക്സ് കളക്ട് ചെയ്യുന്നുണ്ട്. ആ ടാക്സിൽ നിന്നാണ് ഇതിനുള്ളിലൊക്കെ പൈസ കിട്ടുന്നത്. ആൻഡ് ദ ഗവൺമെന്റ് ഈസ് എംപവർഡ് ടു കളക്ട് ദീസ് ടാക്സസ് and use them for such programs. അല്ലെ, ഗവൺമെന്റ് കിട്ടുന്ന ടാക്സിൽ നിന്നും ഇത്തരം പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പൈസ എടുക്കും. And for instance, to supply water, the government has to incur cost in pumping water, carrying it over long distance, laying down pipes for distribution, treating the water for impurities, and finally collecting and treating wastewater. അപ്പം അല്ലെ, ആൾക്കാർക്ക് വാട്ടർ സപ്ലൈ നടത്തണം എന്ന് വിചാരിച്ചു. ഓക്കെ, വെള്ളം കൊടുക്കണം ഗവൺമെന്റിന്. വെള്ളം ഇല്ലാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് വെള്ളം കൊടുക്കണം. വെള്ളം ചുമ്മാ കൊടുക്കാൻ പറ്റുമോ? എന്തൊക്കെ സ്റ്റേജസിലൂടെ വെള്ളം കൊടുക്കണം? വെള്ളം എത്തിക്കണം എന്നുണ്ടെങ്കിൽ എന്തൊക്കെ കടമ്പകൾ കടക്കണം? എന്ത് ചെയ്യണം? ഫസ്റ്റ് പമ്പിങ് വാട്ടറിന് വേണ്ടി അല്ലെ, വെള്ളം പമ്പ് ചെയ്യാനുള്ളത് കോസ്റ്റ് വേണം. അതുപോലെ തന്നെ ഇത് വെള്ളം പമ്പ് ചെയ്ത് അവിടെ വെച്ചാൽ മതിയോ? ഇല്ല അല്ലെ, ഇത് ടാങ്കർ ലോറികളാണോ എങ്ങനെയാണോ ഇത് ദൂരെ സ്ഥലങ്ങളിലേക്ക് എത്തിക്കുന്നത്? ഈ വെള്ളത്തിനെ ക്യാരി ചെയ്ത് കൊണ്ടുപോകണം. അപ്പം ലോങ് ഡിസ്റ്റൻസിൽ കൊണ്ടുപോകാനുള്ള ഒരു എക്സ്പെൻസ് വരും. അതുപോലെ തന്നെ ഇത് വെള്ളം പൈപ്പ് വഴി കൊടുക്കണ്ടേ വെള്ളം. അപ്പൊ പൈപ്പൊക്കെ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അതിനുള്ള പൈസ വേണം. സോ ലേയിങ് ഡൗൺ പൈപ്സ് ഫോർ ഡിസ്ട്രിബ്യൂഷൻ. അതുപോലെ തന്നെ ചീത്തവെള്ളം അല്ലെങ്കിൽ വെള്ളം ഇങ്ങനെ കുറേ ലോങ് ഡിസ്റ്റൻസ് ഒക്കെ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ എന്തിനാ ഇംപ്യൂരിറ്റീസ് അല്ലെ, ചില ചീത്ത സാധനങ്ങളൊക്കെ അതിനകത്ത് വരാനുള്ള ചാൻസ് ഉണ്ട്. അതിനൊക്കെ എന്ത് ചെയ്യണം? കളയണം അല്ലെ. അപ്പം ഇംപ്യൂരിറ്റീസിനൊക്കെ എന്ത് ചെയ്യണം? ട്രീറ്റ് ചെയ്ത് നല്ല വൃത്തിയുള്ള സേഫ് വാട്ടർ, ഡ്രിങ്കിങ് ക്ലീൻ വെള്ളമാക്കിയിട്ട് എടുക്കണം. അതുപോലെ തന്നെ വേസ്റ്റ് വാട്ടർ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ കളക്ട് ചെയ്തിട്ട് അതിനെ എന്ത് ചെയ്യണം? വേസ്റ്റ് ഒക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രീറ്റ് ചെയ്യണം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ചെയ്യണം ഗവൺമെന്റ് വാട്ടർ സപ്ലൈ നടത്തണം എന്ന് ഉണ്ടെങ്കിൽ. ഓക്കെ, അപ്പൊ എന്തിനൊക്കെയുള്ള കോസ്റ്റ് വേണം? പമ്പിങ് വാട്ടർ, ക്യാരിങ് ഓവർ ലോങ് ഡിസ്റ്റൻസ്, പൈപ്സ്, പിന്നെന്താ ട്രീറ്റിംഗ് ഫോർ ഇംപ്യൂരിറ്റീസ്. എല്ലാം ചെയ്താൽ മാത്രമേ ഈ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെന്റിന് പറ്റുകയുള്ളൂ. ക്ലിയർ? ഓക്കെ. It meets these expenses partly from the various taxes. അപ്പം ഇതിനൊക്കെ പൈസ വേണ്ടേ? നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന വെള്ളം കളക്ട് ചെയ്യുക, ദൂരെ കൊണ്ടുപോവുക, ട്രീറ്റ് ചെയ്യുക, ആന്റി വേസ്റ്റ് ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്യാന്ന് പറയുമ്പോൾ ഇതിനൊക്കെ എക്സ്പെൻസ് ഉണ്ട് അല്ലെ. എവിടുന്ന് കിട്ടുന്ന കുറച്ചൊക്കെ പൈസ എവിടുന്ന് കിട്ടും? നമ്മൾ പറഞ്ഞു ടാക്സിൽ നിന്ന് കിട്ടും അല്ലെ, ടാക്സിൽ നിന്ന് കിട്ടും അല്ലെ, ബഡ്ജറ്റിൽ ടാക്സ് നിന്നാണ് അല്ല ഇതിനുള്ള പൈസ ഒക്കെ കിട്ടുന്നത് നമ്മൾ പറഞ്ഞു. സോ കുറച്ച് എവിടുന്ന് കിട്ടും? ടാക്സ് ദാറ്റ് ഇറ്റ് കളക്ട്സ്. ആൻഡ് പാർട്ട്ലി എവിടുന്നാ കിട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാർജിങ് എ പ്രൈസ് ഫോർ വാട്ടർ. ഓക്കെ, ഈ വെള്ളം കൊടുക്കുന്നതിന് ചെറിയൊരു എമൗണ്ട് അല്ലെ, അഫോർഡബിൾ ആയിട്ടുള്ള ഒരു എമൗണ്ട് ആൾക്കാരെ കയ്യിൽ നിന്ന് വാങ്ങിക്കുകയും ചെയ്യും. സോ പാർട്ട്ലി ബൈ ചാർജിങ് എ പ്രൈസ് ഫോർ വാട്ടർ. ദിസ് പ്രൈസ് ഇസ് സെറ്റ് സോ ദാറ്റ് most people can afford a certain minimum amount of water for daily use. അല്ലെ, ആൾക്കാർക്ക് അഫോർഡബിൾ ആയിട്ട് അല്ലെ മിനിമം എമൗണ്ട് എങ്കിലും ഡെയിലി യൂസിന് വേണ്ടിയിട്ട് വെള്ളം അവൈലബിൾ ആക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു പബ്ലിക് ഫെസിലിറ്റി ഗവൺമെന്റ് അറേഞ്ച് ചെയ്യുന്നത്. ക്ലിയർ ആണോ മക്കളെ? ക്ലിയർ ആണ്. സോ buses are the most important forms of public transport distances. അല്ലെ, ആ ഡിസ്റ്റൻസ് ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പബ്ലിക്കിന് അവൈലബിൾ ആയിട്ടുള്ള ഒരു സർവീസ് ആണ് ബസ് അല്ലെ. ബസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ മെയിൻ ലിങ്ക് ടു ദ വർക്ക് പ്ലേസ് ഫോർ മെജോറിറ്റി ഓഫ് ദി വർക്കിംഗ് പീപ്പിൾ. അല്ലെ, ജോലിക്ക് പോകുന്ന ആൾക്കാരൊക്കെ ബസ്സിന് പോകുന്ന ആൾക്കാർ, ബസ് ഒത്തിരി പേര് ബസ് ഓപ്റ്റ് ചെയ്യുന്നുണ്ടാവും അല്ലെ. With rapid urbanization,
the public bus system, even in the major cities, has not been able to keep up with demand. Okay, റാപ്പിഡ് ആയിട്ടുള്ള അർബനൈസേഷൻ നടന്നതിന് ശേഷം പബ്ലിക് ബസ് സിസ്റ്റം ഇവൺ ദി മേജർ സിറ്റീസിൽ നോട്ട് ഏബിൾ ടു കീപ് വിത്ത് ഇറ്റ് ഡിമാൻഡ്, അല്ലെ ഡിമാൻഡിനനുസരിച്ച് ബസ് സിസ്റ്റം അങ്ങനെ ഡെവലപ്ഡ് ആയിട്ടില്ല. And as an alternative, the government has planned ambitious metro rail project for Delhi and other metropolitan cities. അപ്പം ബസ് സർവീസ് ഇങ്ങനെ കൂട്ടുന്നതിനേക്കാളും ഗവൺമെന്റ് എന്ത് സ്റ്റാർട്ട് ചെയ്തു? മോസ്റ്റ് ഓഫ് ദി മെട്രോപൊളിറ്റൻ സിറ്റീസിന് വേണ്ടിയിട്ട് എന്താ മെട്രോ റെയിൽ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്തു. 11,000 crores ഫ്രം ദി ഗവൺമെന്റ് ബഡ്ജറ്റ്. എത്ര? 11,000 കോടി രൂപ ചെലവിട്ടിട്ടാണ് ഈ ഒരു ഗവൺമെന്റ് ബഡ്ജറ്റിൽ നിന്ന് ഈ ഒരു പൈസ എടുത്തിട്ടാണ് കൺസ്ട്രക്ഷൻ ഓഫ് ദി ഫസ്റ്റ് സെഗ്മെന്റ് ഓഫ് ദി മെട്രോ റെയിൽ ഇൻ ഡൽഹി with the latest technology. ഓക്കെ, ലേറ്റസ്റ്റ് ടെക്നോളജി ഉപയോഗിച്ചിട്ട് 11,000 കോടി രൂപ ചെലവഴിച്ചിട്ടാണ് ഈ ഒരു ഫസ്റ്റത്തെ ഒരു മെട്രോ സിറ്റി സെറ്റ് ആക്കിയിട്ടുള്ളത്. ആൻഡ് പീപ്പിൾ ഹാവ് pointed out that this massive expenditure could have been avoided if only a fraction of this amount was spent on upgrading the public bus system. അപ്പം ആൾക്കാർ പറഞ്ഞു, എന്തിനാണ് ഇത്രയും വലിയൊരു എമൗണ്ട് ഒക്കെ കൊടുത്തിട്ട് ഇങ്ങനെ മെട്രോ പോലെയൊക്കെ ആക്കിയിട്ടുള്ളത്? ഇതിൻ്റെ ഒരു കുറച്ച് എമൗണ്ട് മതിയായിരുന്നല്ലോ ഈ ഒരു പബ്ലിക് ട്രാൻസ്പോർട്ട്, അല്ലെ ഈ ബസ്സിന്റെ സിസ്റ്റം ഒന്ന്, പബ്ലിക് ബസ് സിസ്റ്റം ഒന്ന് അപ്ഡേറ്റ് ചെയ്യണേ, ഇതിന്റെ കുറച്ച് പൈസ മതിയായിരുന്നല്ലോ. ഇതിപ്പോൾ ഇത്രയും പൈസ ചെലവഴിച്ചിട്ട് ഒരു സെഗ്മെന്റ് ഓഫ് ദ മെട്രോ റെയിൽ മാത്രമേ സെറ്റ് ആയിട്ടുള്ളൂ. ഇത്രയും പൈസ എന്തിനു വേണ്ടിയിട്ടാണ് ചെലവാക്കിയതാണ് ആൾക്കാർ ചോദിച്ചുകൊണ്ടിരുന്നത്. സോ വാട്ട് ഡു യു തിങ്ക്? നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ബസ് സർവീസ് തന്നെ കുറച്ചും കൂടെ എക്സ്പാൻഡ് ചെയ്യുന്നതായിരുന്നോ അതോ മെട്രോ കുറച്ചും കൂടി അപ്ഡേറ്റ് ചെയ്യുന്നതായിരുന്നു നല്ലത്? നിങ്ങൾ എല്ലാ ആസ്പെക്റ്റിലും ആലോചിക്കണം. ലൈക്ക് പൊല്യൂഷൻ, ഇപ്പൊ ബസ്സിന്റെ എണ്ണം കുറേ കൂട്ടുക എന്ന് പറയുമ്പം അല്ലെ ആ ഒരു രീതിയിൽ ഉണ്ടാകുന്ന പൊല്യൂഷൻ, അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആസ്പെക്ട് ആണ്. അപ്പൊ ആ ഒരു ആസ്പെക്റ്റും നിങ്ങൾ എക്കണോമിക്കൽ പൈസയുടെ ആസ്പെക്റ്റും എല്ലാം കൂടെ കൺസിഡർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏതാണ് ഉചിതമായിട്ട് തോന്നുന്നത്? ബാക്കി കാര്യങ്ങൾ ഒത്തിരി കാര്യങ്ങളുണ്ട്, അതിൽ റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട് റോ മെറ്റീരിയൽസ് ഒക്കെ നോക്കാനുണ്ട്. ഇത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഏതാണ് കുറച്ചും കൂടി ഗവൺമെന്റ് ചെയ്തിരിക്കുന്നത് തെറ്റാണോ, അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ള ആക്ഷൻ ശരിയാണോ തെറ്റാണോ എന്ന് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, നിങ്ങളൊന്ന് ആലോചിച്ച് വെക്കണം കേട്ടോ അത്. സോ ഇത്രയുമാണ് നമുക്ക് ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് മക്കളെ നമ്മൾ ഈ ഒരു സെഷൻ പഠിച്ചിട്ടുള്ളത്? നമ്മൾ പബ്ലിക് ഫെസിലിറ്റീസ് എന്ന് പറയുന്ന ചാപ്റ്റർ ആയിരുന്നു പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ചാപ്റ്ററിനകത്ത് പല ആൾക്കാർക്കും വെള്ളം, അല്ലെ കുറെ ആൾക്കാർക്ക് പെട്ടെന്ന് അവൈലബിൾ ആയിട്ടുള്ള ആൾക്കാരുണ്ട്, ചില ആൾക്കാർ വളരെ സ്ലമ്മിലൊക്കെ ജീവിക്കുന്ന ആൾക്കാർക്ക് വെള്ളം അത്രത്തോളം കിട്ടാത്തൊരവസ്ഥയുമുണ്ട്. പക്ഷെ വെള്ളം എന്ന് പറയുന്നത് എന്താണ്? ഒരാളുടെ ബേസിക് നീഡാണ്, അത് ഫണ്ടമെന്റൽ റൈറ്റ് ആണ്. റൈറ്റ് ടു ലൈഫ് അണ്ടർ ആർട്ടിക്കിൾ 21 റൈറ്റ് ടു വാട്ടർ പറയുന്നുണ്ട് നമ്മൾ പറഞ്ഞു അല്ലെ. അപ്പൊ വാട്ടർ ബോൺ ഡിസീസസ് ഒക്കെ പ്രിവെന്റ് ചെയ്യുക അല്ലെ. ഇന്ത്യയിൽ ഒത്തിരി മക്കള് 5 വയസ്സിലെ താഴെയുള്ള ഒത്തിരി മക്കള് വെള്ളം ശുദ്ധജലം കിട്ടാതെ മരിക്കുന്നുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. സോ പിന്നീട് നമ്മള് വേറെന്താ പറഞ്ഞത്? ഗ്രൗണ്ട് വാട്ടറുമായിട്ട് ഒരു കേസ് ഫയൽ ചെയ്തെന്ന് പറഞ്ഞു. ലാസ്റ്റ് നമ്മൾ പബ്ലിക് ഫെസിലിറ്റീസിനെ പറ്റി ഡിസ്കസ് ചെയ്തു. പബ്ലിക് ഫെസിലിറ്റീസ് എന്താണെന്ന് പറഞ്ഞു അല്ലെ. അതിനുവേണ്ടി ഗവൺമെന്റ് എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ അവിടെ പ്രൈവറ്റ് കമ്പനീസിനേക്കാളും കൂടുതലായിട്ട് ഗവൺമെന്റ് എന്ത് ചെയ്യുന്നു, ഗവൺമെന്റിന് എവിടെ നിന്നാണ് ഇതിനുള്ള പൈസ കിട്ടുന്നത്? പൈസ എവിടെ നിന്നാണ് കിട്ടുന്നത്? ടാക്സ് എന്നാണ് അല്ലെ. ടാക്സ് വെച്ചിട്ടാണ് കിട്ടുന്നത്. അതുപോലെ തന്നെ ഗവൺമെന്റിന് ഇനിയിപ്പോൾ വാട്ടർ സപ്ലൈ പോലെയുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നുണ്ടെങ്കിൽ ബഡ്ജറ്റ് പറഞ്ഞു. നമ്മൾ ബഡ്ജറ്റ് ചെയ്യുന്ന സമയത്ത് പാർലമെന്റിന് അവതരിപ്പിക്കും അല്ലെ. എത്ര എക്സ്പെൻസ് ലാസ്റ്റ് ഇയർ ആയിട്ടുണ്ട്, ഇനി എത്ര എക്സ്പെൻസ് കൂടെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിയിൽ ബഡ്ജറ്റ് പറയും. അപ്പം അതിനു വേണ്ടിയിട്ട് ടാക്സിൽ നിന്ന് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ പാർട്ട്ലി എവിടെ നിന്ന് കിട്ടുന്നുണ്ട്? ഇവിടെ വെള്ളമൊക്കെ സപ്ലൈ ചെയ്യുകയാണെങ്കിൽ അവരുടെ അടുത്തൊന്നും കുറച്ച് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു എമൗണ്ട് വാങ്ങിക്കും. ആ ഒരു രീതിയിലാണ് ആ ഒരു പൈസ ഗവൺമെന്റിന് കിട്ടുന്നത്. അങ്ങനെയാണ് അല്ലെ, നമ്മളെ ടാക്സിൽ നിന്നാണ് നമുക്ക് വേണ്ട പല ഫെസിലിറ്റീസും ഗവൺമെന്റ് ചെയ്തു തരുന്നത്. ഓക്കെ, ആൻഡ് ഇതാണ് നമുക്ക് ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ബാക്കി കാര്യങ്ങൾ നമുക്ക് നെക്സ്റ്റ് വേറൊരു സെഷനിൽ ഡീൽ ചെയ്യാം കേട്ടോ. താങ്ക് യു.